ഈ രാജ്യത്തെ തന്നെ നടുക്കിയ ഭയാനകമായ കഥയാണ്. ഏറെ ദുരൂഹമായ കൊലപാതക പരമ്പര അന്വേഷിക്കാൻ തീവ്രവാദ വിരുദ്ധ ഏജൻസികൾ എത്തുമോ? കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഇടപെട്ടതോടെ കേസ് ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ടെററിസം ആൻഡ് കൗണ്ടർ റാഡിക്കലൈസേഷൻ ഡിവിഷൻ പ്രാഥമിക പരിശോധന ആരംഭിച്ചു. കേസ് NIAക്ക് കൈമാറണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ഇതിനിടയിൽ പോയിന്റ് 13 മണ്ണ് കുഴിച്ചുള്ള പരിശോധന ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം എത്തിച്ച് തുടരാനാണ് SITയുടെ തീരുമാനം. മാർക്ക് ചെയ്യാനുള്ള പോയിന്റ് 14 15 തിരച്ചിൽ ഏറെ നിർണായകമായിരിക്കും. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടൽ. അന്വേഷണം തീവ്രവാദ വിരുദ്ധ വിഭാഗത്തിന് കൈമാറിയേക്കും. ഇത് സംബന്ധിച്ച സാധ്യത തേടി ടെററിസം ആൻഡ് കൗണ്ടർ റാഡിക്കലൈസേഷൻ ഡിവിഷൻ പ്രാഥമിക പരിശോധന ആരംഭിച്ചു. ഓഗസ്റ്റ് 2 ഇത് സംബന്ധിച്ച പരാതി ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ചത്. കേസിന് അന്താരാഷ്ട്ര ശ്രദ്ധ കൈവരിച്ചതായും ഇത് ഇന്ത്യയുടെ ജനാധിപത്യം ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് എന്നും പരാതിയിലുണ്ട്. പരാതി ഓഗസ്റ്റ് 4 CTCRന് കൈമാറി. കേസ് NIAക്ക് കൈമാറണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ഇതിനിടെ 13ാം പോയിന്റിൽ ഭൂമി കുഴിച്ചുള്ള പരിശോധന ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം എത്തിച്ച് ഇവിടെ വിശദമായ പരിശോധന നടത്താനാണ് SITയുടെ ആലോചന. നേത്രാവതിപ്പുഴയോട് ചേർന്നുള്ള സ്നാനഘട്ടത്തിന് സമീപമാണ് 13ാം പോയിന്റ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെയാണ് ശുചീകരണ തൊഴിലാളി വർഷങ്ങളോളം ജോലി ചെയ്തിരുന്നത്. അടയാളപ്പെടുത്തിയയിടത്ത് കൂടുതൽ മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുണ്ട് എന്നാണ് മൊഴി. റോഡിനോട് ചേർന്നുള്ള സ്ഥലം കൂടിയാണിത്. ഇവിടെ ശുചീകരണ തൊഴിലാളി മൃതദേഹങ്ങൾ കുഴിച്ചിടുന്നത് കണ്ടുവെന്ന വെളിപ്പെടുത്തലുമായി 6 സാക്ഷികളും രംഗത്തെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് 13ാം പോയിന്റ് ശ്രദ്ധേയമാകുന്നത്. തെളിവ് നശിപ്പിക്കാതിരിക്കാൻ ഇവിടെ 24 മണിക്കൂറും പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ധർമ്മസ്ഥല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. 6 മാധ്യമപ്രവർത്തകർക്കാണ് ക്രൂരമായ മർദ്ദനമേറ്റത്. ഇവർ ബെൽത്തങ്ങാടിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിന് പിന്നിൽ D ഗ്യാങ് ആണെന്നാണ് ആരോപണം. മാർക്ക് ചെയ്യാനുള്ള 14, 15 പോയിന്റുകളും നിർണായകമാണ്. ആരോപണ വിധേയരായ വ്യക്തികളുടെ എസ്റ്റേറ്റിലാണ് ഈ ഇടങ്ങൾ വരുന്നത്. കോടതി ഉത്തരവോടുകൂടി ഇവിടെ പരിശോധിക്കാനാണ് SITയുടെ തീരുമാനം. ക്യാമറാമാൻ അഖിൽ ഒട്ടുപാറയ്ക്കൊപ്പം ധർമ്മസ്ഥലയിൽ നിന്നും KV ബൈജു, News 18.